ഗാന്ധിഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയെ പ്രകീർത്തിച്ച NIT പ്രൊഫസർക്ക് സ്ഥാനക്കയറ്റം. പ്രൊഫസർ ഷൈജ ആണ്ടവനെ കോഴിക്കോട് NIT ഡീനായാണ് നിയമിച്ചിരിക്കുന്നത്. ഏപ്രിൽ 7 മുതലാണ് നിയമനം നിലവിൽ വരിക. ഇതു സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ഉണ്ട്. ഗുഡ് മോർണിംഗ് റിയാസ്. ഗുഡ് മോർണിംഗ് അതുല്യ. റിയാസ്, ഈ ഷൈജ ആണ്ടവന്റെ ഈ ഒരു വിവാദം കാലങ്ങളായി തുടർന്നു പോരുന്ന ഒന്നായിരുന്നു. ആദ്യം രാമപ്രതിഷ്ഠയ്ക്കെതിരെ പ്രതികരിച്ച വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ നൽകുന്നു. ആ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിവാദവും കേസും നിലനിൽക്കുന്നതിനിടെയാണ് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഭാരതത്തെ രക്ഷിച്ച നാഥുറാം വിനായക് ഗോഡ്സെ അഭിമാനമാണ് എന്നൊരു കമന്റ് അവർ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നത്. അത്തരത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ പിതാവിനെ ഇത്ര പരസ്യമായി, രാഷ്ട്രപിതാവിനെ ഇത്ര ധൈര്യത്തോടെയും പരസ്യമായും സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു കമന്റ് ഇട്ട ഒരാളാണ് ഇപ്പോൾ NITയുടെ ഡീൻ എന്നുള്ള ഒരു ചുമതലയിൽ എത്തിയിരിക്കുന്നത്. എന്തെല്ലാമാണ് ഉത്തരവിന്റെ വിശദാംശങ്ങൾ? ഈ ഒരു ഉത്തരവിനോട് അല്ലെങ്കിൽ ഈ ഒരു നിയമനത്തോട് പൊതുവായുള്ള പ്രതികരണം എന്താണ്? അതുല്യ, പൊതുവെ ഈ ഗാന്ധി ഘാതകനായിട്ടുള്ള നാഥുറാം വിനായക് ഗോഡ്സെയ്ക്ക് ആരാധനാലയങ്ങൾ പോലും ഉയരുന്ന ഒരു സാഹചര്യം നമ്മൾ വാർത്തകളിൽ മുൻപ് വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വർത്തമാനകാല ഇന്ത്യയിൽ ഇത് വലിയൊരു അത്ഭുതമല്ല. ഈ NIT പ്രൊഫസർ ഷൈജ ആണ്ടവൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫസറായിട്ടുള്ള ഷൈജ ആണ്ടവനെ കോഴിക്കോട് NITയുടെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് വിഭാഗം ഡീനായി സ്ഥാനക്കയറ്റം നൽകുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമല്ല. പക്ഷേ സ്വാഭാവികമായും ജനാധിപത്യ ഇന്ത്യ എന്ന രീതിയിൽ അതൊരു അപമാനമാണ് ഈ ഒരു നടപടി എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഇപ്പോഴും മഹാത്മാഗാന്ധിയാണ്. ആ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയത് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന തീവ്രവാദിയാണ്. ആ തീവ്രവാദിയെ പ്രകീർത്തിച്ച അധ്യാപിക ഷൈജ ആണ്ടവൻ 2024 ജനുവരിയിലായിരുന്നു ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്ന ഫേസ്ബുക്ക് കമൻറ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ, ഗോഡ്സെയെ പ്രകീർത്തിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഇടുന്നു. അത് NIT പോലുള്ള ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ, ഒരു പൊതുസ്ഥാപനത്തിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് തീർത്തും ഭൂഷണമല്ലാത്തൊരു കാര്യമായിരുന്നു അത്. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഇപ്പോൾ NITയുടെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡീനായി സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് സർവകലാശാലയുടെ NIT രജിസ്ട്രാർ തിങ്കളാഴ്ച പുറത്തിറക്കിയിരിക്കുന്നത്. അത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ഇവരുടെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട്, ഇവരുടെ കമൻറ്റുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇവരുടെ നടപടികൾ പലപ്പോഴും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. അതിൽ KSU, SFI, MSF തുടങ്ങിയ സംഘടനകൾ മാത്രമല്ല, BJPയും ABVPയും പോലുള്ള സംഘടനകൾ പോലും ഈ ഷൈജ ആണ്ടവനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം. ഈ NITയിലെ അധ്യാപകരുടെ സമിതി ഷൈജ ആണ്ടവനെതിരെ NITക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാത്ത NIT ഇപ്പോൾ അവരെ ഡീനായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഏപ്രിൽ 7-നാണ് ഈ നിയമനം നിലവിൽ വരിക. നിലവിൽ അവിടെയുള്ള അധ്യാപിക പ്രിയ ചന്ദ്രൻ എന്ന് പറയുന്ന അധ്യാപികയാണ്. അവിടെ ഡോക്ടർ പ്രിയ ചന്ദ്രനാണ്. അവർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു അധ്യാപികയാണ് ഡോക്ടർ പ്രിയ ചന്ദ്രൻ. അവരുടെ കാലാവധി കഴിയുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഷൈജ ആണ്ടവനെ 2 വർഷത്തേക്ക് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡീനായിട്ട് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അത് പ്രാബല്യത്തിൽ വരിക ഏപ്രിൽ 7-നാണ്. ഒരു കാര്യം പറയാതെ വയ്യ, അത് ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം അപമാനകരമായൊരു സംഗതി തന്നെയാണ് ഈ നിയമനം എന്നുള്ളത് പറയാതെ വയ്യ. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുല്യ. നിയമനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്കോ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും നേരത്തെ തന്നെ ഈ പ്രൊഫസർക്കെതിരെ മറ്റ് ഇരു സന്ദർഭങ്ങളിലും വലിയ വിവാദമുണ്ടായിരുന്നു. പോലീസിൽ ഒരു കേസ് വരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? ആ ഒരു സാഹചര്യത്തിൽ ഈ സ്ഥാനക്കയറ്റം എങ്ങനെയാണ് സാധൂകരിക്കാനാവുക? നാഥുറാം വിനായക് ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഇവരുടെ ഫേസ്ബുക്ക് കമന്റിനെതിരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇവർ കുന്നമംഗലം കോടതിയിൽ നിന്നും എടുത്ത ജാമ്യത്തിന്റെ ആനുകൂല്യത്തിലാണ് ഇവരിപ്പോഴും നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ, ആ ജാമ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അവർക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ ഷൈജ ആണ്ടവന്റെ പ്രവർത്തികൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു
ഈ മതേതരത്വ വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല ABVPയും BJPയും പോലുള്ള സംഘടനകൾ പോലും അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ അവിടെയുള്ള അധ്യാപക സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇവർക്കെതിരായിട്ട് കൂടി NIT അധികൃതരെ സംരക്ഷിക്കുന്ന ഒരു നയമാണ് പിന്തുടർന്ന് പോരുന്നത്. അതിനിടെയാണ് ഇവർക്ക് ഇത്തരത്തിൽ സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരും. ഇപ്പോഴാണ് ഇത് വാർത്തയായി ഈ വിവരം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് പൊതുസമൂഹം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധമായിരിക്കും ഉയർന്നു വരിക. മാത്രമല്ല ഇവരുടെ നിയമനത്തിന് ഇനി കാലാവധിയുണ്ട്, April 7 എന്ന കാലാവധിയുണ്ട്. അതിനു മുൻപ് തന്നെ നിയമപരമായും രാഷ്ട്രീയപരമായുമുള്ള പോരാട്ടങ്ങൾ ഈ കാര്യത്തിൽ നടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുല്യ. ശരി റിയാസ്, NITയിലെ വിവാദ പോസ്റ്റിനെ തുടർന്ന് കേസ് പോലും നിലനിൽക്കുന്ന പ്രൊഫസർ ഷൈജ ആണ്ടവന് NITയുടെ ഡീനായി സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നു. നിയമനത്തിന് ഉത്തരവ് പുറത്തിറങ്ങി. April 7-നായിരിക്കും നിയമനം. എന്തായാലും ഇത്തരത്തിൽ രാഷ്ട്രപിതാവിൻ്റെ ഘാതകനെ പ്രകീർത്തിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട ഒരു അധ്യാപികയുടെ ഈ ഒരു നിയമനം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കും എന്നതുറപ്പാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KM.